ഹായ് ഫ്രണ്ട്സ്, ഞാൻ അജാസ് സൈനുദ്ദീൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ട്രാവലർ. ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ എൻ്റെ വീഡിയോ യൂട്യൂബ് വഴിയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഈ വീഡിയോ ഇപ്പോൾ നിങ്ങൾ ഫേസ്ബുക്ക് പേജ് വഴിയാണ് കാണുന്നതെങ്കിലും ഫേസ്ബുക്ക് ഫോളോ ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈഗ്രെയിനും അതേപോലെ നടുവേദനയും ഉളുക്കും ഒക്കെ ഉള്ളവർ അപൂർവമല്ല, എല്ലാവർക്കും ഇതുള്ളതാണ്. കൂടുതലായിട്ട് ഈ ചെറുപ്പക്കാർക്കും കൂടുതൽ ഇപ്പം കണ്ടുവരുന്നുണ്ട്. അതിനൊരു ഒറ്റമൂലിയുണ്ട്. അത് നമ്മുടെ കൊല്ലം ജില്ലയിലെ മൈലക്കൽ എന്ന് പറയുന്ന പൊന്നൂർ മൈലക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സിനി ബാബു എന്ന് പറഞ്ഞൊരു ചേച്ചി ഒറ്റമൂലി ചെയ്യുന്നുണ്ട്. ആ ചേച്ചിയാണെങ്കിൽ ചെയ്യുന്നതിന് പ്രതിഫലമോ കാര്യങ്ങളോ ഒന്നും ചോദിച്ചു വാങ്ങിക്കാറില്ല. നിങ്ങൾ കൊടുക്കുന്നത് മാത്രമേ വാങ്ങിക്കുകയുള്ളൂ. ഇന്ന് ആ ഒരു വീഡിയോ ആണ് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പൊ നേരെ നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഈ കാണുന്ന ട്രാൻസ്ഫോമറിൻ്റെ അവിടെ നിന്ന് ഈ പോകുന്ന റോഡാണ്, മെയിൻ റോഡാണ്. ആ ട്രാൻസ്ഫോമറിൻ്റെ അവിടെ നിന്ന് നേരെ ഈ റൈറ്റ് സൈഡിലോട്ട് താഴോട്ട് പോകുന്ന വഴിയാണ് ചേച്ചിയുടെ വീട്ടിലോട്ട് പോകുന്ന വഴി. ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞ ചേച്ചി ഇതാ ഈ കാണുന്നതാണ്. അപ്പൊ നമുക്ക് ചേച്ചിയുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം എങ്ങനെയാണെന്ന്. ചേച്ചി പേരെന്തേലും? എന്റെ പേര് സിനി. സിനി, ഈ സ്ഥലം കറക്റ്റ് എവിടെ ആയിട്ടൊന്ന് പറഞ്ഞു കൊടുക്കോ? പുനലൂരിന്ന് നെല്ലിപ്പള്ളി കയറി വന്നു അല്ല, ഇവിടെ ടി ബി ജംഗ്ഷനിൽ കയറി ഇങ്ങോട്ട് പറഞ്ഞല്ലേ. ഇത് എത്ര നാളായി ചേച്ചി തുടങ്ങിയിട്ട്? 10-15 വർഷം കൊണ്ട് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ ചെയ്ത്? മൈഗ്രെയിനും നടുവേദന, ഉളുക്ക്, മിന്നിപ്പിടുത്തം എല്ലാത്തിനും ചെയ്യുന്നുണ്ട്. ഇത് എപ്പോഴാണ് ഓപ്പണിങ് ചെയ്യുന്നത്? നമ്മൾ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ എത്ര മണിക്ക്? 6:30 മുതൽ 10 മണി വരെ ഉളുക്കിന്റെ ഉണ്ട്. മൈഗ്രെയിൻ 6:30 മുതൽ 11 മണി വരെ. എല്ലാ ദിവസവും ഉണ്ടോ? എല്ലാ ദിവസവും ഉണ്ട്. ഇത് ബുക്ക് ചെയ്യണോ? വിളിച്ച് ബുക്ക് ചെയ്യണോ? അതോ ബുക്ക് ചെയ്യണം. അപ്പൊ ലൊക്കേഷൻ ഇട്ട് കൊടുക്കുമായിരിക്കും അല്ലേ? അത് പാരമ്പര്യമായിട്ട് കിട്ടിയതാണോ സംഭവം? അച്ഛനെ കൂടെ കിട്ടിയതാ. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഇവിടെ ആരൊക്കെയുണ്ട്? ഞാനും എന്റെ ഭർത്താവും 2 മക്കളും ഉണ്ട്. മരുമോളും ഒരു കുഞ്ഞുമുണ്ട്. അവരെല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഇതെന്തോ ഒറ്റമൂലിയാണോ സംഭവം ഇത് ചെയ്യുന്നത്? പച്ചമരുന്ന്. ഇതെല്ലാം ലോങ്ങിൽ നിന്ന് ആൾക്കാർ വരുന്നത് ഇവിടെ? മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂര്, കാസർഗോഡ്, എല്ലാ ജില്ലയിൽ നിന്നും ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ഇത് തേച്ച് കഴിഞ്ഞാൽ ഈ മൈഗ്രെയിൻ ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ ഇത് പോവുക, അതോ കുറെ ദിവസങ്ങളായിട്ട് ചെയ്യണോ? മാറുന്നവരുണ്ട്, കുറേശ്ശെ മാറുന്നവരും ഉണ്ട്. ഈ നടുവേദനക്ക് എന്താ ചെയ്യാ നിങ്ങള്? വാഴക്കൈ വെച്ച് കെട്ടുമല്ല, നടുവിന് വെച്ചിട്ട് പച്ചമരുന്ന് പിഴിഞ്ഞൊഴിക്കുമ്പോ മാറ്റം ഉണ്ടാവും. ഇതിന് എങ്ങനെ ചാർജ് വല്ലതും ഉണ്ടോ? പൈസ എത്ര വല്ലതും ഉണ്ടോ? ഇല്ല, പൈസ മേടിക്കാറില്ലെന്ന് നമ്മള് കേട്ടത്. അവര് തരുന്നത് വാങ്ങിക്കുവോ? ലക്ഷണയായിട്ട് വാങ്ങിക്കുവോ? ഇന്നിപ്പോ ഞങ്ങള് വന്നപ്പോ ലോങ്ങുന്ന ആള് വന്നെന്നൊക്കെ പറഞ്ഞു. അവരെവിടെ നിന്ന് വന്നതായിരുന്നു? ലോങ്ങുന്നങ്ങാടാന്ന് അവര് പറഞ്ഞതല്ലേ? പാലക്കാട് നിന്ന് വന്നതല്ലേ? രാവിലെ ഇറങ്ങിയതായിരുന്നു. കോഴഞ്ചേരി, തിരുവനന്തപുരം, അവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ചേച്ചിയുടെ നമ്പർ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ആരെങ്കിലും വിളിക്കുവാണെങ്കിൽ വഴിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. സമയം രാവിലെ വിളിക്കേണ്ട 6 മണി തൊട്ട് 6 മണിക്ക് ഇടയ്ക്കും 10 മണിക്ക് ഇടയ്ക്ക് വിളിക്കാവും. രാത്രി ഉറങ്ങുന്ന സമയത്തൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പാടായിരിക്കും അല്ലേ? അപ്പൊ നിങ്ങള് പരമാവധി രാവിലെ തന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഈ ചേച്ചിയെ കിട്ടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ലൊക്കേഷൻ വാട്സാപ്പിൽ ഇട്ട് ചെയ്ത് തരും. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ നടുവേദന അതുപോലെ തന്നെ ഒരാള് ചെയ്തയാ നല്ല നടക്കാൻ പാടുപെട്ടാ വന്നത്. പക്ഷെ ചെയ്തു കഴിഞ്ഞപ്പോ നല്ല മാറ്റം ഉണ്ടായി, നടന്നു പോയി. പിന്നൊരു പോരായ്മയുണ്ട്, റോഡ് ഒരു വഴിയില്ല. അപ്പൊ അതേപോലെ ഈ വയ്യാതെ വന്നവർ എങ്ങനെ ഈ വഴി കൂടെ വരുമെന്ന് ആലോചിക്കുന്നു. അതുകൊണ്ട് വയ്യാത്തവരൊന്നും വരണ്ടാന്ന് പറയും. വിളിക്കുമ്പോഴേ ചോദിക്കും. വീടുകളിൽ പോയി ചെയ്യത്തില്ലല്ലോ? ഇല്ല, വീടുകളിൽ വിളിക്കുന്നുണ്ട്, പോകത്തില്ല. അല്ലാതെ വരുന്നവർക്ക് ഇവിടെ ചെയ്തു കൊടുക്കും. പിന്നെ ഇവിടുത്തെ ലൊക്കേഷൻ ട്രാൻസ്ഫോമർ അല്ലയോ? വരുന്നവർക്ക് പറയുന്ന ട്രാൻസ്ഫോമർ അല്ലേ? വരുമ്പോ ഒരു കണ്ടൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി വരണ്ടല്ലേ? കണ്ടത്തിൽ കൂടെ വരണ്ട. അപ്പൊ ഇത്രയും നേരം നമുക്ക് വേണ്ടി സംസാരിച്ച ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ.